ഹലോ വെൽക്കം ടു ലേൺ ടു ഇൻസ്പയർ ഫാമിലി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള റീനു ആണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരിക്കലും സീരിയസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആയിട്ട് വിചാരിക്കരുത്. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഞങ്ങളുടെ വ്യൂ പോയിന്റ്സ്, പെർസ്പെക്റ്റീവ്സ് ഒക്കെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് റീനുവിനെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ വരുവാണ്. സോ ഒരുപാട് വിമൻ ഈ ഒരു ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു ഞങ്ങളുടെ ഒരു ചിറ്റ് ചാറ്റ് എന്ന് പറയാം, ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ ലെറ്റ്സ് വെൽക്കം റീനു. താങ്ക് യു. ഇപ്പോഴും റീനുവിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഒരുമിച്ചാണ് എൻജിനീയറിംഗ് പഠിച്ചത്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ജേർണി നന്നായിട്ട് അറിയാം. ഇപ്പം ഫാമിലി ആയിട്ട് അമേരിക്കയിൽ സെറ്റിലാണ്. അപ്പം ഞാനും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂവിലാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, കാണുന്നത്. സോ പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജേർണി ഉണ്ടല്ലോ, ഇപ്പം കോളേജ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ മാരേജ് എങ്ങനെയായിരുന്നു അതിന്റെ ഷിഫ്റ്റ്, എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? ലൈക്ക് എന്തൊക്കെയാണ് അതിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മുടെ ജീവിതം പഴയ പോലെയല്ല. അപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നതെന്നൊന്ന് പറയാം, എങ്ങനെയാണ് ലൈഫിനെ കാണുന്നത്? ആഫ്റ്റർ മാരേജ് ലൈഫിൽ ചേഞ്ച് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാജുവലി വന്ന ഒരു കാര്യമാണ്. ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ഭയങ്കരമായിട്ട് വന്നു. അതായത് ഇപ്പം നമ്മള് വീട്ടിലായിരിക്കുമ്പം നമ്മുടെ അപ്പനും അമ്മയും നമുക്കല്ലല്ലോ റെസ്പോൺസിബിലിറ്റീസ്. തിരിച്ച് നമ്മള് അപ്പനും അമ്മയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഫാമിലി, എന്താ പറയുന്നത്, ഒരു ഫാമിലിയിൽ നമ്മൾ തന്നെ ഒരു ഫാമിലി ഉണ്ടായി തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് പോകുമ്പം, അതിപ്പം വീട്ടിലെ കാര്യങ്ങൾ തുടങ്ങിയിട്ട് നമ്മുടെ ലൈഫിന്റെ എന്ത് കാര്യങ്ങളാണേലും അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെ എടുക്കണം. അപ്പം അതായത് ഇപ്പൊ പിള്ളേരെ നോക്കുന്നത്, പിന്നെ വീട്ടിലെ ഇപ്പം കുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണേലും അവരെ സ്കൂളിൽ വിടുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പം നമ്മളാണെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 5ാമത്തെ 6ാമത്തെ ഷിഫ്റ്റിംഗ് ആണ് ഇവിടം വരെ. ഈ ഒരു 13th ഇയർ ആണ് ഇവിടെ. ഇപ്പം എന്റെ മാരീഡ് ലൈഫിൽ 13th ഇയർ ആണിത്. ഈ ഒരു 13 ഇയേഴ്സ് കംപ്ലീറ്റ് ആവും. അപ്പൊ ഈ 13 ഇയേഴ്സിൽ ഒരു 5 6 വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും, പല പല കൺട്രീസിലോട്ട് അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലോട്ട്, അങ്ങനെ ഒരു കുറെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും. അപ്പൊ അതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീട്ടുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ട്, അവരവിടെ ഉണ്ട്. എന്താ പറയാ, നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാം. പിന്നെ ഒരു പരിധി വരെയൊക്കെ അവർക്ക് പറ്റുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഇവൻ പിള്ളേരുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പം എൻ്റെ മൂത്ത ആൾക്ക് ഇപ്പം 11 ഇയേഴ്സ് ആയി. അപ്പൊ അവൻ 2 months ആയപ്പം ഞാൻ അവനെയും കൊണ്ട്, ഫസ്റ്റ് നമ്മൾ ആ സമയത്ത് സിംഗപ്പൂർ ആയിരുന്നു. ഇപ്പൊ 2 months എനിക്ക് പോണ്ടി വന്നു. ഇപ്പൊ 2 months തുടങ്ങിയിട്ട് അവന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാ നോക്കുന്നത്. അതിപ്പോ സെക്കൻഡ് ആള് വന്ന സമയത്ത് ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. അപ്പോ ആ സമയത്ത് വീണ്ടും മൂത്താളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, സ്കൂളൊന്നും മിസ് ചെയ്യാൻ പറ്റാത്ത കാരണം അപ്പോഴും എനിക്ക് 2 months തുടങ്ങിയിട്ട് തന്നെയാണ് അപ്പൊ രണ്ടുപേരെയും നോക്കുന്നത്. അങ്ങനെ മെയിനായിട്ടും റെസ്പോൺസിബിലിറ്റീസ് തന്നെ. ഇപ്പം എന്താ പറയുന്നത്, ഇങ്ങനെ നമ്മള് ട്രോൾസ് ഒക്കെ കാണത്തില്ലേ, അമ്മയെ കുറച്ച് ചായ തരൂ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങി സ്വപ്നം കാണുമ്പോ ഞാൻ തന്നെ ആണല്ലോ അമ്മ എന്നോർക്കുന്നു. ഇപ്പൊ നമ്മള് എന്താ പറയുന്നേ, അങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് ഷിഫ്റ്റിങ്ങും, പിന്നെ അവിടെ ഓരോ സ്ഥലത്ത് പോയി അവിടെ പോയി വീണ്ടും സെറ്റ് ആകുക. അതെ, അതെ. ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു ടാസ്ക് ആണ്. ആക്ച്വലി ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുപോലെ തന്നെ ഈ ഒരു ജേർണിയിൽ ഇപ്പം പല സ്ഥലത്ത് താമസിക്കേണ്ടി വന്നു. സോ അവിടെയുള്ള ഒരു കൾച്ചർ, അവിടെയുള്ള ആൾക്കാരുടെ ഒരു വിമൻ, അവരെങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നത്? അതിനകത്ത് നിന്ന് എന്തെങ്കിലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഇപ്പം എനിക്ക് സിംഗപ്പൂരിലായിരുന്നപ്പം എന്താ പറയാ, എനിക്ക് അങ്ങനെ നാട്ടിലെ പോലെ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് പോവാണ്. അത് ഫസ്റ്റ് ടൈം പോവാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതായത് നമ്മള് ഇപ്പൊ നാട്ടില് നമ്മളിപ്പം എന്താ പറയുന്നേ, നാട്ടില് ഇപ്പൊ ഈ സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു വരണം, അങ്ങനെയൊക്കെ കുറെ, ഇത്ര ടൈമിനുള്ളിൽ തിരിച്ചു വരണം, അല്ലെങ്കിൽ അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. നമുക്ക് എന്താ പറയാ, ഏത് സമയത്തും പോവാം, പുറത്തിറങ്ങാം.
പിന്നെ എവിടെ വേണേലും പോവാം. പക്ഷെ ആ സമയത്തെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് നമ്മളൊരു ഹണിമൂൺ പീരീഡ് പോലെ ആയിരുന്നു. അപ്പൊ അത് നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ വർക്ക് ചെയ്യാൻ പോകുന്നു, പഠിക്കാൻ പോകുന്ന പോലത്തെ എക്സ്പീരിയൻസ് അല്ല. നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ട്. അപ്പം അച്ചാച്ചൻ ഓൾറെഡി അവിടെ തന്നെ ആയിരുന്ന കാരണം നമുക്ക് അപ്പം സ്ഥലങ്ങളൊന്നും ആ, പ്രത്യേകിച്ച് എന്താ പറയുന്നേ അതായത് പരിചയമില്ലാത്ത സ്ഥലങ്ങളല്ല. എനിക്ക് പരിചയമില്ലെന്നേ ഉള്ളൂ. പക്ഷെ അച്ചാച്ചന് എല്ലാം ഓൾറെഡി അറിയാവുന്നതും അവിടെ താമസിച്ച വീടെല്ലാം ഓൾറെഡി സെറ്റ് ആയിരുന്നു ഞാൻ ചെല്ലുമ്പോഴത്തേക്ക്. പിന്നെ അപ്പൊ എനിക്ക് കുക്കിംഗ് ഒന്നും കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് കുക്കിംഗ് ഒക്കെ എക്സ്പെരിമെന്റ് ചെയ്ത് ആ, അങ്ങനൊക്കെ അങ്ങനൊക്കെ അങ്ങ് പോവായിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വിമനെ പറ്റിയാണല്ലോ. അപ്പം അവിടെ എല്ലാവരും ഭയങ്കര എന്താ പറയാ ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നു. നമ്മളിപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ അത് വേറൊരാളെ അത് ബോധർ ചെയ്യുന്ന കാര്യമേ അല്ല. അപ്പം നെയ്ബേഴ്സ് ആ ഒരു ശരിക്കും ഒരു എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ ഒരു നെയ്ബർ ഒരു ചൈനീസ് ഫാമിലി ആയിരുന്നു. അവര് ഒരു ദിവസം നമ്മളിങ്ങനെ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു കുക്ക് ചെയ്യാറുണ്ട്. അപ്പൊ കിച്ചൺ ഡേർട്ടി ആവത്തില്ലേന്ന്. അപ്പൊ ഞാൻ ഓർത്തു കുക്ക് ചെയ്യാനാണല്ലോ കിച്ചൺ. അതെ. അവിടെ വലിയൊരു കിച്ചണും ഉണ്ട്. അപ്പം അവരുടെ വീട്ടിലും അപ്പൊ അതുപോലെ തന്നെ സെയിം ബിൽഡിംഗ് ആണല്ലോ. അപ്പൊ അവരുടെ വീട്ടിലും ഉണ്ടാവും വലിയൊരു കിച്ചൺ. പക്ഷെ അവർ കുക്ക് ചെയ്യാറില്ല. എല്ലാവരുടെയും കാര്യം ജനറലൈസ് ചെയ്ത് ഞാൻ പറയുമല്ല അവിടുത്തെ. ഉം. പക്ഷെ അവരങ്ങനെയാണ്. അവര് താഴെ എല്ലാ ചായ കുടിക്കാനാണേലും ബ്രേക്ക്ഫാസ്റ്റ് ആണേലും ലഞ്ച് ആണേലും ഡിന്നർ ആണേലും അവർ താഴെ പോകുന്നു കഴിക്കുന്നു. അപ്പൊ ഈ ചൈനീസ് ഫുഡൊക്കെ കുറച്ച് ചീപ്പായിട്ട് കിട്ടും തോന്നുന്നു അവിടെ. ഉം. അപ്പൊ അവർക്ക് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടി എന്താ പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവും അതായിരിക്കും. പിന്നെ കിച്ചൺ ഡേർട്ടി ആവുമല്ലോ. എന്നുള്ളൊരു തിങ്കിങ്. ഇപ്പം അവര് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തോ കാണുന്നേ വർക്ക് ചെയ്യാത്ത ഒരാള് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ അവര് ഇങ്ങനെ ഒരു ലൈഫ് അതായത് ഭയങ്കര അവരെ എൻജോയ് ചെയ്ത് ജീവിക്കുവാണ്. അപ്പം അങ്ങനെ അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അതെ അതെ, ജനറലൈസ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ മേ ബി ജനറലൈസ് ആ ചെയ്ത് ഒരു പറയുമല്ല. വ്യക്തിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം ചിലപ്പോ മേ ബി. ആയിരിക്കാം. അപ്പം പക്ഷെ അതിനകത്ത് വേറെ കാര്യം, ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പറഞ്ഞു. നമുക്കിപ്പം ചില എല്ലാവരും വിചാരിക്കുന്നുണ്ട് വിമൻ കുക്കിംഗ് ഒക്കെ പഠിക്കണം, അറിഞ്ഞിരിക്കണം, എന്നാലേ പറ്റുള്ളൂ. എന്നാൽ ചില ആൾക്കാർക്ക് കുക്കിങ്ങിലായിരിക്കത്തില്ല പാഷൻ. ചിലപ്പം കറക്റ്റ് കറക്റ്റ്. എന്താ ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതെ ഇത് രണ്ടും സംഭവിക്കാം. പക്ഷെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമൻ തന്നെ കുക്ക് ചെയ്യണം, അയ്യോ അറിഞ്ഞൂടെങ്കിൽ അത് ഭയങ്കര മോശമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സോ അതിനെ എങ്ങനെയാ കാണുന്നത്? അങ്ങനെ നമ്മള് ഒരു ആവശ്യമുണ്ടോ? എന്താണ്? ആ, എനിക്ക് അതിന്റെ ഞാൻ അഭിപ്രായം ഒരു എനിക്ക് കാര്യം കൂടി പറഞ്ഞോട്ടെ. പറഞ്ഞു. അതും ഞാൻ പിന്നെ മീൻസ് പെർട്ടിക്കുലർ ആയിട്ട് ഇന്ന ആള് എന്നുള്ള ഒരു ഇതിലല്ല ഞാൻ പറയുന്നത്. ആണും പെണ്ണും മനസ്സിലായി. ചെയ്യേണ്ട ഒരു കാര്യമാണ്, അറിഞ്ഞിരിക്കേണ്ട അതെ. കാര്യമാണ്. അവരുടെ അത് അറിഞ്ഞിരുന്നാലാണ് അവർക്ക് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. സോ എന്താ ചിന്തിക്കുന്നത്? ആ, അത് ജോയ്സിന് അറിയായിരിക്കും. ഞാൻ ഒരു ഫാമിലി ലൈഫിലോട്ട് കടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാനത് അതായത് ഫാമിലി വീട് അങ്ങനെ ഇഷ്ടം ആയിട്ടാണ് ഞാൻ അത് കടന്നത്. നിനക്ക് നല്ലപോലെ അറിയാം. അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് കുക്ക് ചെയ്യുന്നതിൽ ഇപ്പൊ അച്ഛനാണേലും കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ അച്ഛൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫ്ലെക്സിബിൾ അല്ല. ഇത്ര സമയത്തിനുള്ളിൽ തുടങ്ങി ഇത്ര സമയത്തിൽ നിൽക്കും അങ്ങനെയല്ല. അത് എത്ര സമയം വരെ വേണേലും പോവാം അങ്ങനെ. അപ്പം മെയിൻ ആയിട്ട് ആര് ചെയ്താലും അത് ഇപ്പം ലൈഫ് എന്ന് പറയുന്നത് ഒരു ഫാമിലി എന്ന് പറയുന്നത് ഒരു ടീം പോലെയാണ്. അപ്പം അതില് ഒരു ബാലൻസ് വേണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ എന്റെ കാഴ്ചപ്പാടാ പറയുന്നത്. ഒരു ബാലൻസ് വേണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അത് എന്താ പറയുന്നത് ഒരു ആണ് ഇതൊക്കെ ചെയ്യണം പെണ്ണ് ഇതൊക്കെ ചെയ്യണം അങ്ങനെയൊന്നുമല്ല. ആര് ചെയ്താലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആർക്ക് വേണേ ചെയ്യാം. അതെ. ഇപ്പം ആണിന് കുക്ക് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അത് ചെയ്യുന്നതിനകത്ത് ഒരു പ്രശ്നവും. അവർക്ക് സമയമുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അതല്ല പെണ്ണിനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം. രണ്ടുപേർക്കും താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ഹയർ ചെയ്യാം. അതല്ലേ പുറത്തുനിന്ന് കഴിക്കാം. അത് എന്താണേലും അത് അവരുടെ ഇഷ്ടമാണ്. അത് ഒരാൾ ഇങ്ങനെ ചെയ്യണം ഒരാൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ആ ഒരു ബാലൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ടൈം ആണേലും ഇപ്പൊ ഒരാൾക്ക് ടൈം ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് ടൈം ഉണ്ടാവണം. ഇപ്പൊ ഒരാൾക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അടുത്ത ആൾക്ക് ഉണ്ടെങ്കിൽ അതെ. ആ ഒരു ബാലൻസ് ഉണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞ പോലെ അവർക്ക് പുറത്തുനിന്ന് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്റെ ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ
നമുക്കൊരു ഹൗസ് വൈഫ്സ് എല്ലാം കൂടെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും, ഇങ്ങനെ പുറത്തു പോവും, നമ്മൾ എന്താ പറയുന്നത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ വീട്ടില് ഇങ്ങനെ ചുമ്മാ വൈകിട്ട് കൂടും, അങ്ങനെയൊക്കെ വല്ലപ്പോഴും. അപ്പൊ ആ സമയത്ത് അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ അവിടെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള അതില് മലയാളികളാരും തന്നെ ഇല്ല. അതിൽ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പുള്ളി ഒരു പൈലറ്റ് ആണ്. അപ്പൊ പുള്ളിക്കാരി എപ്പോഴും പുള്ളി വീട്ടിൽ അവൈലബിൾ അല്ല. അപ്പം ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നത് പുള്ളിക്കാരിയാണ്. അതായത് പുള്ളിക്ക് വർക്ക് ഇല്ലാത്ത സമയത്ത് പുള്ളി റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ വീട്ടിലേക്കുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ഇപ്പം ഓഫീസുകളിൽ പോയി ചെയ്യേണ്ട വർക്കുകൾ, നമുക്കിപ്പോ ഒരു പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ വീട്ടിലിപ്പോ ഒരു റെനോവേഷൻ നടക്കുകയാണ്. അപ്പൊ അതിലൊന്നും പുള്ളിക്കാരി ഇൻവോൾവ് ചെയ്യിപ്പിക്കാറില്ല. പുള്ളി ഇൻവോൾവ് ചെയ്യുന്നില്ലെന്നല്ല, പക്ഷെ പുള്ളിയുടെ വർക്കിന്റെ ഒരു രീതി വെച്ചിട്ട് പുള്ളിക്കാരി അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാറില്ല. പക്ഷെ പുള്ളിക്കാരി കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്ക് ചെയ്യും. പക്ഷേ പുള്ളിക്കാരിക്ക് ഒരു മെയ്ഡുണ്ട്, ചില സമയത്ത് മെയ്ഡ് ഫുൾ ടൈം മെയ്ഡുണ്ട്. കുഞ്ഞുടൊക്കെ വന്നപ്പോ സമയത്തേക്ക് ഫുൾ ടൈം മെയ്ഡിനെ വെക്കും. പക്ഷെ എന്നാ പുള്ളിക്കാരി ഫ്രീ ആണോ ചോദിച്ചാൽ അല്ല. പുള്ളിക്കാരി എൻഗേജ് ആവും. ലൈഫ് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറമെ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ. കാര്യം അപ്പം നോർമലി അതെ. അപ്പൊ പുള്ളിക്കാരി ഒരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരി പക്ഷെ ആ ജോലി കല്യാണത്തോടെ പുള്ളിക്കാരി അത് വിട്ടു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫാമിലി ബാലൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം വീട്ടിലെ എന്ത് പണിയാ, ഇപ്പം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കാർപ്പൻറ്റർ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ ചെയ്യുന്നത്, എനിക്കറിയില്ല, ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു കാർപ്പൻറ്റർ വരുവാണെങ്കിൽ, പക്ഷെ എനിക്ക് കൂടുതലും അച്ചാച്ചനും കൂടെ ഉള്ളതാണ് എനിക്ക് കംഫർട്ടബിൾ. പക്ഷെ പുള്ളി ബോധേഡേ അല്ല, പുള്ളിയെ ബോധർ ചെയ്യിപ്പിക്കാറില്ല. പുള്ളി ബോധേഡ് അല്ലെന്നല്ല, പുള്ളി ആ സമയത്ത് പുള്ളി അവർ ഒരുമിച്ചുള്ള ഫാമിലി ടൈമാണ്. ബാക്കി വർക്കെല്ലാം പുള്ളി ദൂരെ ആയിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ചെയ്തിട്ട് പുള്ളി വരുന്ന സമയത്ത് അവർ ഒരുമിച്ചിരിക്കും. അപ്പൊ കുഞ്ഞൊക്കെ ആയ സമയത്ത് ഫുൾ ടൈം മെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്കാരി ഫ്രീ അല്ല. എന്നുവെച്ചാൽ അവരുടെ ഫാമിലിയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ, ഇപ്പം കുഞ്ഞിന്റെ കാര്യം നോക്കുന്നതാണേലും നമ്മൾ പുറമേന്ന് നോക്കുന്നത് പോലെ അല്ല ഒരു വിമന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഒരു ആംഗിളിൽ മാത്രമല്ല അവർ വർക്ക് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും അവർ നോക്കണം. ഒരു ഓൾറൗണ്ടർ ആയിട്ട് പെർഫോം ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് ആക്ച്വലി. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു എന്റെ ഫ്രണ്ട് എന്ന് എനിക്ക് പറയാമെങ്കിലും അതൊരു ആന്റിയാണ്. ആന്റിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂത്ത മോന് നമ്മുടെ പ്രായമുണ്ട്. അപ്പം ആന്റിയുടെ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി സൂപ്പറായിട്ട് കുക്ക് ചെയ്യും, അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. പക്ഷേ കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും മെയ്ഡുണ്ട്. ആന്റി വർക്ക് ചെയ്യുന്നതല്ല, എല്ലാ കാര്യങ്ങൾക്കും മെയ്ഡുണ്ട്. അതായത് കുക്ക് ചെയ്യാന്, ക്ലീൻ ചെയ്യാന് എല്ലാം. പക്ഷേ ആന്റി എന്നാ കുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തല്ല, ആ പ്രായമായതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം. പിന്നെ എല്ലാം പുള്ളിക്കാരിക്ക് എല്ലാം ഭയങ്കര പെർട്ടിക്കുലർ ആയിരിക്കണം, അങ്ങനെയുണ്ട്. അപ്പം ഇവരുടെ അങ്കിളിനോട് സംസാരിക്കുമ്പം അങ്കിൾ എപ്പോഴും പറയുന്ന പറഞ്ഞാൽ എനിക്ക് എന്റെ വൈഫിനെ ക്വീനെ പോലെ നോക്കണം. എന്നുവെച്ചാൽ എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്ത് കൊടുക്കണം, അങ്ങനെ. എന്നാൽ ആന്റി ആണെങ്കിൽ ആന്റിയുടെ മോന്, വൈഫ്, കൊച്ചുമോളുണ്ട്, പിന്നെ അങ്കിളിന്റെ അമ്മയുണ്ട്. അപ്പം എല്ലാരും നമ്മുടെ അതേ കമ്മ്യൂണിറ്റി തന്നെയാണ് താമസിക്കുന്നത്. പുള്ളിക്കാരി അപ്പം അതെല്ലാം റിലേഷൻഷിപ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്, ഇപ്പൊ മോനും മരുമോളും ഉണ്ടെങ്കിലും അവർ ഒരുമിച്ചല്ല താമസിക്കുന്നത്. അവരുടെ നെക്സ്റ്റ് ഒരു വീട്ടിലാണ് ഇവരെ താമസിക്കുന്നത്. അപ്പം അത് നമുക്ക് ഇപ്പൊ നമ്മളാണെങ്കിൽ ഓർക്കും, നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ കുറെ 7-8 വർഷം മുന്നേ തന്നെ ഞാൻ ഇത് കാണുന്ന. അപ്പൊ അങ്കിളും ആന്റിയും ഒരു വീട്ടിൽ താമസിക്കുന്നു, അതിന്റെ അപ്പുറത്ത് തന്നെ മോനും മരുമോളും താമസിക്കുന്നു. അതേ അപ്പാർട്ട്മെന്റിൽ തന്നെ വേറൊരു വീട്ടിൽ അങ്കിളിന്റെ അമ്മ താമസിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ലൈഫ് അത് ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നാ എല്ലാ റിലേഷൻഷിപ്സും മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. പിന്നെ അതുപോലെ ആന്റി ആണെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ ഈദും അങ്ങനത്തെ ഇതിനൊക്കെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവരും. പുള്ളിക്കാരി സൂപ്പറാണ്. പക്ഷെ ഭയങ്കര ടെക്നോളജീസിലൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പം ഞാൻ ഓർക്കുമ്പോ കൊള്ളാലോ, അത് വേറൊരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ആന്റി ഓക്കെ വെറുതെ ഇരിക്കുവാന്ന് നമുക്ക് ആന്റിയുടെ കാര്യത്തിലും പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരിയുടെ കഴിവെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യിപ്പിക്കുക, ഈ മെയ്ഡുകളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് പുള്ളിക്കാരി. അതെ. അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ പ്രശ്നം എങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്ക് മെയ്ഡിനെ പറ്റൂലെന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അറിയത്തില്ല. അത് മാനേജ്മെന്റ് സ്കില്ലാണ് അങ്ങനെ ഒരു കാര്യം. അതെ. നമ്മൾ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ.
എനിക്ക് നമ്മൾ ചെയ്താലേ ശരിയാവുള്ളൂ എന്നൊരു ചിന്തയും ഉണ്ടെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജീഡൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്കൊരു മെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ലാസ്റ്റ് ഡെലിവറിക്കായിട്ട് നാട്ടിൽ പോകുന്ന ആ സമയം തുടങ്ങിയിട്ട് പുള്ളിക്കാരി ഉണ്ട്. അച്ചാച്ചൻ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ പുള്ളിക്കാരി രാവിലെ വന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. അങ്ങനെ ഒരു മണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ 2 months ഒക്കെ ആയപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴും ഇങ്ങനെ സ്വീപ്പിംഗ് മോപ്പിംഗ് ഉണ്ട്. പിന്നെ ഈ പുള്ളിക്കാരി കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ടേസ്റ്റ് അല്ലല്ലോ. കുറച്ച് നാൾ സെയിം കറികളൊക്കെ കഴിച്ചുമ്പോഴത്തേക്ക് നമുക്കൊരു മടുപ്പ്. പിന്നെ ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് തന്നാൽ മതി വെജിറ്റബിൾസ്. അപ്പൊ പുള്ളിക്കാരി ശരി അത് അപ്പം പെട്ടെന്ന് വന്ന് തൂത്ത് തുടച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് വരും. അപ്പൊ കട്ട് ചെയ്യുന്നതും കൂടെ എനിക്കിങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മറ്റേ ക്യാബേജ് ഒക്കെ മറ്റേ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ടക്കടക്കാന്ന് കട്ട് ചെയ്ത് വലിയ വലിയ പീസ്. എനിക്കിങ്ങനെ മറ്റേ ഞാനാണ് മമ്മിയൊക്കെ മറ്റേ കൈ വെച്ചിട്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞാണല്ലോ കാണുന്നത്. നമുക്ക് ഫുഡ് എന്ന് പറയുമ്പോൾ കാണുന്നതിനകത്തും കൂടെ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ. അപ്പം എനിക്ക് അതങ്ങോട്ട് പറ്റുന്നില്ല. അപ്പൊ പതുക്കെ ഞാൻ ആ കട്ടിങ്ങും അങ്ങ് നിർത്തിപ്പിച്ചു. എന്റെ കയ്യിൽ ഒരു കുഞ്ഞും ഒരു വലിയ 5 വയസ്സായ കൊച്ചും ആ സമയത്തുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഓർത്തു ശരി നമുക്ക് പറ്റുന്നില്ല. അതാണ് സത്യം. ചിലപ്പം അതെന്റെ പ്രശ്നമായിരിക്കും. എന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി രാവിലെ വരാൻ തുടങ്ങിയതാ. കുറച്ചായപ്പോ എനിക്ക് പുള്ളിക്കാരിയുടെ മനസ്സിൽ തന്നെ ഒരു ഇതായി, എനിക്ക് കൊച്ചുള്ള കാരണം ഞാൻ കുറച്ച് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ പുള്ളിക്കാരി വേറെ വേറെ വീടുകളൊക്കെ കിട്ടുന്ന സമയത്ത് ഫ്ലാറ്റ് അല്ലേ, അപ്പൊ കുറെ വീടുകളിൽ അവരിങ്ങനെ കുറച്ച് സമയത്ത് ചെയ്യുമല്ലോ. പുള്ളിക്കാരി പതുക്കെ രാവിലെ വരാൻ തുടങ്ങി. ഉച്ചയ്ക്ക് വരാൻ തുടങ്ങിയത് വൈകിട്ടായി. അപ്പോഴത്തേക്ക് ഞാൻ ഈ പാത്രം കഴുകലൊക്കെ വൈകിട്ട് വരെ ഇട്ടേക്കണം. അപ്പൊ എനിക്ക് പതുക്കെ അത് തന്നെ ബുദ്ധിമുട്ടായി. ഒരു ദിവസമാണെങ്കിൽ പുള്ളിക്കാരി ഇങ്ങനെ പറയാതെ അങ്ങ് വരാതിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ പറയും എനിക്ക് പുതിയ വീട് കിട്ടി. പക്ഷെ ഞാൻ പറയും എനിക്ക് ഈ വീട് വിടാൻ പറ്റില്ല, കാര്യം കുഞ്ഞുള്ളതല്ലേ, അപ്പൊ പിന്നെ ഞാൻ ഇല്ലാതെ പറ്റില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു ചിന്തയുമായി. ആയ കാരണം പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഉഴപ്പാൻ തുടങ്ങി. അപ്പൊ ആ സമയത്തേക്ക് എനിക്ക് തോന്നുന്നു അവനൊരു 7-8 മാസം പ്രായമായിട്ടുണ്ടാവും. ഞാൻ പിന്നെ പതുക്കെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി വരണ്ട ഇനി. ചേച്ചി അല്ല കേട്ടോ, അക്ക ഇനി വരണ്ട, കുഴപ്പമില്ല, എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നു. അന്ന് തുടങ്ങിയിട്ട് ഞാൻ തന്നെ. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് ചെയ്യിപ്പിക്കാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ അയ്യോ അവർക്ക് ബുദ്ധിമുട്ടാവോ, അവർക്ക് ഇപ്പൊ ഞാനിപ്പോ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ജോലി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പൊ ക്യാബേജ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ശീലമില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവോ, എനിക്ക് അങ്ങനെ പറഞ്ഞു നിന്ന് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ മോപ്പ് ചെയ്തിട്ട് പോകുമ്പം ചിലപ്പോ എനിക്ക് അവിടെയൊക്കെ അത്ര ക്ലീൻ ആയിട്ടുണ്ടാവില്ല. ഞാൻ ഒന്നുകൂടെ മോപ്പ് ചെയ്യുന്ന അങ്ങനെ പറയത്തില്ല. ചിലപ്പോ ഇച്ചിരി പ്രായമുള്ളതാ. അപ്പൊ ആ പ്രായത്തിന്റെ കൂടെ ആണോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെ പല രീതിയിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതൊരു ഇതായിട്ട് എടുക്കാറുണ്ട്. കാര്യം ഞാൻ ചെറുതല്ലേ, അവരുടെ മോളുടെ ഒക്കെ പ്രായമല്ലേ ഉള്ളൂ എനിക്ക്. അപ്പം പുള്ളിക്കാരിയും അതൊരു എന്താ പറയാ, ഞാൻ ചെയ്തോളാം അങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പം ഞാനിങ്ങനെ മത്തങ്ങേരിശ്ശേരി എന്തോ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഓ ഇങ്ങനെയൊക്കെയാണോ വെക്കുന്നതെന്ന് വലുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് അത് മത്തങ്ങ തോരനായിട്ട് വെക്കാനേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തു ശരി, ഞാൻ ഇച്ചിരി സമയം എടുത്ത്, അല്ലെങ്കിൽ ചിലപ്പോ ഒരു ദിവസം ഇപ്പൊ മോപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, ആര് ചോദിക്കാനാ. അങ്ങനെ ഞാൻ അത് അങ്ങ് പുള്ളിക്കാരി നിർത്തി. പക്ഷെ എനിക്ക് അതാണ് കംഫർട്ടബിൾ. ഇപ്പം രാവിലെ തന്നെ ഇപ്പം ഈ പാത്രങ്ങളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങനെ സിങ്കിൽ പുള്ളിക്കാരി വെയിറ്റ് ചെയ്ത് കിടക്കുന്നതിനെക്കാട്ടിലും അന്നേരം അതങ്ങ് തീർന്നു പോവല്ലോ. പക്ഷെ എനിക്ക് അതിന് കുറെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബുദ്ധിമുട്ട് വന്ന ഇൻ ദ സെൻസ്, 2 പേരെയും കൂടെ വെച്ചിട്ട് എനിക്ക് കുറെ ഇങ്ങനെ പ്രഷർ ആവാൻ തുടങ്ങി. ഇങ്ങനെ ഈ പണികളും കൂടി ഇങ്ങനെ കിടക്കുന്നു. പിന്നെ കുഞ്ഞ് എന്നുവെച്ചാൽ നമുക്ക് ഇപ്പൊ അച്ഛൻ ഓഫീസിലാണ്. ആ സമയത്തൊക്കെ കോവിഡ് ആയപ്പോഴല്ലേ വർക്ക് ഫ്രം ഹോം ഒക്കെ തുടങ്ങി. ആ സമയത്ത് ഓഫീസിലാണ്. നമുക്ക് ഒന്ന് കരഞ്ഞാല് വേറൊരാളുടെ കൊടുക്കാനില്ല. അപ്പം അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളിങ്ങനെ ഉറക്കാൻ ഇങ്ങനെ കിടത്തി ഉറങ്ങുമ്പോഴായിരിക്കും ജോണത്തിന്റെ ബസ് ചിലപ്പോൾ താഴെ വരുന്ന സമയമാവുന്നത്. അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അപ്പൊ കരയാൻ തുടങ്ങും. കാര്യം ചിലപ്പോൾ നമുക്ക് ഈ ഉറക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഒരു കൺട്രോൾ ഇല്ലാത്ത കുഞ്ഞു പിള്ളേർ കരയുമല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് താഴെ ആ ബസ് എത്തുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തണം. നമ്മള് അവിടെ ആ സമയത്ത് ഒരു 5 മിനിറ്റ് വൈകിപ്പോയാൽ തന്നെ അവനും പേടിക്കുമല്ലോ നമ്മളെ കാണാഞ്ഞിട്ട്. പക്ഷെ അവര് നമ്മളില്ലാതെ ഇറക്കി വിടത്തില്ല. പക്ഷെ അത്രയും പിള്ളേരെ ബസ്സിൽ വെച്ചിട്ട് നമ്മളെ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രഷേഴ്സ് ഉണ്ടാവും. അതുപോലെ ഇവൻ ഇങ്ങനെ ഫുഡ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ വിശക്കുമല്ലോ. വിശക്കുന്ന സമയത്ത് ഇപ്പൊ ജീഡൻ ചിലപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. അവനിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഇപ്പൊ ഇവൻ വിശക്കുന്നു, അമ്മ കുറെ നേരമൊക്കെ പാവം സഹിക്കും കേട്ടോ.
ഈ ഒരു കുഞ്ഞു കൊച്ചു നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഈ സമയത്ത് തന്നെ എന്നൊരു പരിപാടി നടക്കണമെങ്കിൽ നമുക്ക് വേറൊരാള് കുഞ്ഞിനൊന്ന് പിടിക്കാൻ, എന്നുവെച്ചാൽ നമുക്ക് ഒരു റുട്ടീൻ സെറ്റ് ആക്കുന്ന പ്രായമല്ലല്ലോ. എപ്പോ വേണേ കരയാം, അതെ. എപ്പോ വേണേ ഉറങ്ങാം, എപ്പോ വേണേ എഴുന്നേക്കാം, ചിലപ്പോൾ രാത്രി ഉറങ്ങാതിരിക്കും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു എന്ന് പറയാം, നമ്മളിപ്പോ ഫുഡ് കുക്ക് ചെയ്യണമെങ്കിൽ ഈ കൊച്ച് ഒന്ന് കോപ്പറേറ്റ് ചെയ്യണമല്ലോ. കൊച്ചു കോപ്പറേറ്റ് ചെയ്യുന്ന കൊച്ചിന്റെ മൂഡ് പോലെയാ. അപ്പൊ നമുക്കൊരു പ്രഷർ വരും. നമ്മളിപ്പോ ഒരു ഗസ്റ്റിനെ നമ്മളെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തു, നമ്മള് ഫുഡ് കൊടുക്കണം, പക്ഷെ നമുക്കത് കുക്ക് ചെയ്ത് തീർക്കണമല്ലോ. നമ്മൾ വിചാരിക്കുന്ന സാധനം അവരെത്തുന്നതിന് മുന്നേ കുക്ക് ചെയ്ത് തീർക്കണം, പക്ഷെ ചില സമയത്ത് അത് പറ്റില്ല. അപ്പൊ ഒരു പ്രഷർ ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെ വലിയ സംഭവമാണോ ചോദിച്ചാൽ അല്ല, ഞാൻ എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ഒരു ബ്രീത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ ഒരു ഫീൽ ഉണ്ടായി. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ആദ്യം നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു എന്തോ ഇങ്ങനെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജലൂസിൽ പോലത്തെ അങ്ങനെ എന്തൊക്കെയോ മരുന്ന് തന്നു. ഇപ്പോഴും അത് മാറുന്നില്ല. അപ്പൊ ഞാൻ ഈ ഒറ്റയ്ക്കുള്ള സമയത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ പാനിക്കും കൂടെ ആവുമല്ലോ. അപ്പൊ അത് കുറച്ചും കൂടെ അങ്ങ് കൂടുക. പിന്നെ നമ്മളപ്പോ ഗ്യാസ്ട്രിക് ഇഷ്യൂ ആണെന്ന് തന്നെ വിചാരിച്ചിട്ട് ഒരു ഈ ഗ്യാസ്ട്രിക്കിന്റെ ഒരു ഗ്യാസ്ട്രൈറ്റിസിന്റെ എന്തോ ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഒരു ഗ്യാസ്ട്രോ ഡോക്ടറിനെ കാണുക. അപ്പൊ നമ്മള് അതിനു വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ. അവിടെ പോയി ചെന്നപ്പോ പുള്ളി ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, എനിക്കിത് എന്തേലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറൊരു ഡോക്ടറിനെ കണ്ടോളാൻ പറഞ്ഞിട്ട് അടുത്ത് തന്നെ ഒരു ഡോക്ടറിനെ കണ്ടു. അപ്പൊ ഒരു ലേഡി ആയിരുന്നു. അധികം പ്രായമൊന്നുമില്ല, കുറച്ച് യങ്ങായിട്ടുള്ള. പുള്ളിക്കാരനെ ചോദിച്ചു എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത്. എന്താ പറയാ, വൈറ്റൽസ് എല്ലാം നോർമൽ. ഇപ്പം നമ്മുടെ ഓക്സിജൻ ആണെങ്കിലും ബാക്കി എന്താ പറയുന്നത് പൾസ് റേറ്റും അങ്ങനത്തെ എല്ലാം നോർമലാണ്. അപ്പം പുള്ളിക്കാർ കുറച്ച് സംസാരിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഇത് ചെയ്തത്. അപ്പം പുള്ളിക്കാരൻ ഇത് എന്തെങ്കിലും എന്താ പറയാ ഫിസിക്കൽ ഇഷ്യൂസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് ഹൈപ്പർ വെന്റിലേറ്റീവ് ആണെന്ന് പറയും. നമ്മൾ കുറച്ച് യങ് ആയിട്ടുള്ള മദേഴ്സിൽ ഇത് കാണുന്ന, പ്രത്യേകിച്ച് തന്നെ പിള്ളേരെ നോക്കുന്ന ആൾക്കാരിൽ ഇത് കാണുന്നതാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞു ഒന്ന് ചിലപ്പോൾ അനീമിയയും കൂടെ ഒന്ന് ബ്ലഡ് ഒന്ന് നോക്കിയിട്ട് അനീമിക് ആണോ എന്ന് നോക്കിയേരെ, അങ്ങനെ വന്നാലും ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോ അതാണ് സംഭവം. ഇപ്പം എനിക്ക് കുറച്ച് പണി എനിക്ക് ഇങ്ങനെ പെൻഡിങ് ആണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ തന്നെയാണ് വിചാരിക്കുന്നത്. ഇപ്പൊ എന്നോട് ആരും ഇത് ചെയ്ത് തീർക്കണം എന്നൊന്നും പറയുന്നൊന്നുമല്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ചില കാര്യങ്ങൾ നമ്മൾ ഈ സമയത്തിനുള്ളിൽ തന്നെ ചെയ്യണം. ഞാൻ വീട്ടില് എനിക്ക് ഫുൾ ടൈം വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാണ്, ഇപ്പം പല കാര്യങ്ങൾ ഇപ്പൊ അച്ഛൻ ഓഫീസിൽ പോകുന്ന കാര്യമാണെങ്കിലും പിള്ളേർ ജോക്കുട്ടൻ സ്കൂളിൽ പോകുന്ന സമയമാണെങ്കിലും അത് ആ സമയത്ത് തന്നെ സ്കൂളിൽ അരമണിക്കൂർ കൊണ്ടുപോയി വൈകിപ്പിച്ച് വിടേണ്ട ആവശ്യമില്ലല്ലോ. അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കും. അങ്ങനെ ചെയ്ത് തീർക്കണം, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല, ഫ്രീ ആയിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സമയത്താണ് ഇത് കൂടുതൽ വരുന്നത്. ഞാനത് പുള്ളിക്കാരി അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. റീനസ് ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ഏത് സമയത്താണ് എനിക്ക് നമുക്കിത് ട്രിഗർ എപ്പോഴാണ് ആവുന്നത്. ഇങ്ങനെ വരുന്നതെന്ന് ഞാനത് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ എനിക്കത് പറ്റുന്നില്ലാത്ത സമയത്തുള്ള ഒരു പ്രഷർ ഉണ്ടല്ലോ, ആ സമയത്താണ് അത് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ തന്നെ എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, കുഴപ്പമില്ല ചെയ്തില്ലേലും ഓക്കെയാണ്. ഇപ്പം നമ്മൾ തന്നെ ആ ഒരു ഇതിനെ നമ്മൾ തന്നെ കുറച്ചൊന്ന് കാം ഡൗൺ ചെയ്യാൻ സ്വയമായിട്ടൊന്ന് തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി അത് തന്നെയാണ് പ്രശ്നം. ആ സമയത്ത് ഇപ്പം നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തായിരുന്നു, ഹീമോഗ്ലോബിൻ അതെല്ലാം നോർമലാ. ഇതും ഞാൻ നോട്ടീസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ഉള്ളിലൊരു പ്രശ്നം വരുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമുക്കിത് തീർക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടും, പക്ഷെ എന്നാൽ എനിക്ക് അപ്പൊ അതിലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെ കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പം എന്റെ ജോലികളാണ് പറയുന്നത്. അപ്പൊ അത് എനിക്കിപ്പം ചെയ്താലും ചെയ്തില്ലേലും ഒന്നുമില്ല, പക്ഷെ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ പ്രഷർ വരുന്നത്. അത് ചിലപ്പം ചില കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതല്ലാതെ ഞാൻ പറയും ഇപ്പൊ ഇങ്ങനെ തൂക്കുക, തുടയ്ക്കുക, പാത്രം കഴുകുക, അങ്ങനത്തെ മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളും നമ്മൾ പക്ഷേ അത് ചെയ്ത് തീർക്കണം എന്നാണ്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ചിന്ത മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ ഇച്ചിരി കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് ഇന്നിപ്പൊ തൂത്തില്ലെങ്കിൽ അല്ലെങ്കിൽ തുടച്ചില്ലെങ്കിൽ ഇന്ന് പ്രശ്നമില്ല. അങ്ങനെ ഞാൻ തന്നെ കാര്യം എനിക്ക് മനസ്സിലായി അതാണ് പ്രശ്നം എന്ന് മനസ്സിലായപ്പോ എനിക്കത് കുറച്ച് എനിക്ക് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റി. കുറച്ചിങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ഞാൻ ചെയ്ത്
ശരിക്കും ഓക്കെ. പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞ് ബെൻഡ് ചെയ്ത് നിന്നിട്ട് ശ്വാസം എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ശ്വാസം മുട്ട് വരും. നമ്മുടെ ആരും ഇല്ല അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോ ഞാനും ചെറിയ കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് പേടി, ഓ എന്തെങ്കിലും പ്രശ്നമാണോ, ഉം. എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊരു ചിന്ത വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാൻ തുടങ്ങി. പക്ഷെ അത് ഞാൻ ഇതേ പ്രശ്നം ഇതാണ് സംഭവം എന്ന് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് കാമാവുമ്പോൾ തുടങ്ങിയപ്പോൾ അത് ഭയങ്കര പാനിക് ആവുന്ന സമയത്ത് അത് കൂടുന്നതിന് പകരം അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. അപ്പം ഇപ്പോഴാണേലും അപ്പൊ ചില ഇപ്പം കാര്യങ്ങൾ നമുക്ക് ഓക്കെ നമുക്ക് ചെയ്യാം പിന്നെ മതി, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഇപ്പൊ പിള്ളേരൊക്കെ വളർന്നപ്പം അത്രയും പ്രശ്നമില്ല. ഞാൻ മനസ്സിലായി. കുഞ്ഞ് കൊച്ചായിരിക്കുന്ന സമയത്താ പറയുന്നത്. അതായത് തന്നെ ഒന്നും ചെയ്യാത്ത പ്രായമുണ്ടല്ലോ, തന്നെ ഒന്നിരുന്ന് കളിക്കാനോ. കാര്യം ആ ഇപ്പം ആ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ പലർക്കും കണക്ട് ആവുന്നുണ്ടോ? കാര്യം ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ പല രീതിയിലായിരിക്കും. മറ്റുള്ളവരുടെ കണ്ണിൽ ചെറുതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു ഈ ഒരു പ്രഷർ ഫാക്ടർ വരുമ്പോഴത്തേക്ക് പല രീതിയിലായിരിക്കും അഫക്ട് ചെയ്യുന്നത്. എല്ലാവരെയും ഒരേപോലെ ആയിരിക്കത്തില്ല അഫക്ട് ചെയ്യുന്നത്. പക്ഷെ അതെ അതെ. എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കാര്യം എനിക്ക് ഞാൻ ഉം. അല്ല എനിക്ക് പറഞ്ഞോ പറഞ്ഞോ. എനിക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്താണെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒത്തിരി വിമന് ഇതേപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യം ഓവർ റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി? ഞാനാണെങ്കിൽ പണ്ട് വിചാരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോഴാണ് നമുക്ക് പ്രഷർ ഇങ്ങനെ നമുക്ക് കൂടുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ചിലപ്പം മോനെ സ്കൂളിൽ വിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പം അതെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്താലേ പറ്റുള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും നാളെ ചെയ്താലും ഒരു വലിയ സംഭവം ഒന്നും ഉണ്ടാവത്തില്ല. അതൊരു അതെ അതെ. പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളെല്ലാം അന്നത്തെ ദിവസം തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിനെ ജഡ്ജ് ചെയ്യോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ ഇവിടെ ഇരിക്കുകയാണല്ലോ, വീട്ടിലിരിക്കുകയാണല്ലോ എന്ന് അതെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഗസ്റ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് വീട് ക്ലീൻ ചെയ്യാതെ അല്ലെങ്കിൽ കുക്ക് ചെയ്യാതെ അവരെ ഫുഡിന് വിളിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാതെ ഒക്കെ ഇരിക്കുന്ന സമയത്ത് അത് അത് നമുക്ക് ചിന്തിക്കാനേ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊന്നും ചെയ്തേ പറ്റുള്ളൂ. അപ്പം എനിക്ക് അതുപോലെ നമ്മൾ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ഒന്ന് കുളിക്കണേലൊക്കെ കുഞ്ഞിനെ പ്രാമിലാക്കി ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട്, അതായത് കൊച്ചു ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ കൊച്ചിനെ നമ്മളെ ആരെങ്കിലും കാണണം എപ്പോഴും. അല്ലെങ്കിൽ നമുക്കൊരു പേടിയാ കൊച്ചിനെ കാണാതെ അത്രയും സമയം എന്തുമായിരിക്കും ചെയ്യുന്നേ, അങ്ങനത്തെ ഒരു പേടി അതെ നമുക്കുണ്ടല്ലോ. അതെ അതെ. അപ്പം അങ്ങനെ അങ്ങനെ കുറച്ച് ഒരു ഒറ്റയ്ക്ക് പ്രത്യേകിച്ച് ആവുമ്പോഴത്തേക്ക് ആ സമയമൊക്കെ അങ്ങനത്തേതായ ആയിരുന്നു ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര അതുകൊണ്ടാണ് ടഫായിരുന്നു. നമ്മൾ ഈ പേരൻസ് ഉള്ള ഫാമിലിയും ഈ ഇല്ലാതിരിക്കുമ്പോഴും ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ പിന്നെ അവരുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് കുറച്ചും ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. അത് ഭയങ്കര ഇപ്പൊ എനിക്ക് ജെയ്ഡന്റെ കാര്യത്തിൽ ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ജോണത്തൻ സ്കൂളിൽ നിന്ന് വരുമ്പോ അവനോട് ഞാൻ കുളിക്കാൻ കയറുമ്പോ ഒന്ന് നോക്കിയേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നോക്കും.